ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ചയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. രണ്ട് കൈയുള്ളവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി നടപ്പാക്കിയിരിക്കുന്നത്. ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമിക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടിയോ? രാത്രിയിൽ 2 മണിക്കൂർ ഇടവിട്ട് ജയിൽ അധികൃതർ അന്തേവാസികളെ പരിശോധിക്കാറുണ്ട്. ആ പരിശോധന കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് നടത്തിയില്ല? നടത്തിയെങ്കിൽ എന്തുകൊണ്ട് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് അറിഞ്ഞില്ല? ഗോവിന്ദച്ചാമിക്ക് ഹാക്സോ ബ്ലേഡ് കിട്ടിയത് എങ്ങനെയാണ്? ജയിലിന്റെ 6 കമ്പികൾ നിസ്സാരമായി മുറിച്ചു മാറ്റാൻ ഗോവിന്ദച്ചാമിക്ക് എങ്ങനെ സാധിച്ചു? ഒറ്റക്കയ്യനായിട്ടും 20 അടിയോളം പൊക്കമുള്ള മതിൽ അനായാസമായി എങ്ങനെ ചാടിക്കടന്നു? കറുത്ത പാന്റും വെളുത്ത ഷർട്ടും ഉൾപ്പെടെ വസ്ത്രങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു? മാസത്തിൽ 1 പ്രാവശ്യം തലമുടി വെട്ടണം, ആഴ്ചയിൽ ഷേവ് ചെയ്യണം എന്നാണ് ജയിൽ ചട്ടം എന്നിരിക്കെ ഒരു കൊടും ക്രിമിനലിന് താടി നീട്ടി വളർത്താനടക്കം ആരാണ് അനുമതി നൽകിയത്? ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അറിഞ്ഞിട്ടും പോലീസിനെ അറിയിക്കാൻ എന്തുകൊണ്ട് വൈകി? ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ പദ്ധതിയിട്ട ദിവസം തന്നെ CCTV മോണിറ്ററിംഗ് ചുമതലയുള്ളയാൾ ജയിലിലെ ഒരു തടവുകാരനുമായി ആശുപത്രിയിൽ പോയത് എന്തിന്? ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നും സംശയിക്കേണ്ടേ? ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ മാത്രമല്ല, തടവിലെ താമസത്തിലടക്കം ജയിൽ അധികൃതർക്ക് അടിമുടി വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും. ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ സൗമ്യ വധക്കേസ് പോലെ മറ്റൊരു കേസ് കൂടി ഉണ്ടാകുമായിരുന്നുവെന്നാണ് മുൻ ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം അമിത ലൈംഗികാസക്തിയുള്ള ക്രിമിനലാണ് ഗോവിന്ദച്ചാമി. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ പെൺകുട്ടികൾ പോകുന്ന സമയത്തായിരുന്നു ഗോവിന്ദച്ചാമി റോഡിലൂടെ നടന്നുപോയത്. ഒരുപക്ഷെ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റിക്കാട്ടിലേക്ക് ഇയാൾ മറ്റൊരു പെൺകുട്ടിയെ വലിച്ചു കൊണ്ടുപോകുമായിരുന്നുവെന്നാണ് മുൻ DGP അലക്സാണ്ടർ ജേക്കബും പറഞ്ഞത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ മറ്റു വിശദ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം സർക്കാരിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ വീഴ്ചയല്ല എന്ന് വരുത്താനുള്ള ശ്രമങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. അത്തരത്തിൽ വന്ന ഒരു പോസ്റ്റ് ആദ്യമൊന്ന് വായിക്കാം. 2013 റിപ്പർ ജയാനന്ദൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയി. ജയാനന്ദനൊപ്പം ഊപ്പപ്രകാശ് എന്ന് വിളിക്കുന്ന ഒരാൾ കൂടി അന്ന് തടവ് ചാടി. ജയിൽ ഉദ്യോഗസ്ഥർക്ക് മയക്കുമരുന്ന് കലർന്ന ലഡ്ഡു വിതരണം ചെയ്ത ശേഷമാണ് 1986 ചാൾസ് ശോഭരാജ് തിഹാർ ജയിലിൽ നിന്ന് ചാടിയത്. കോൺഗ്രസ് നേതാവും പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയുമായ ബിയാന്ത് സിംഗിനെ മനുഷ്യ ബോംബിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ഖാലിസ്ഥാൻ തീവ്രവാദി ജഗ്താർ സിംഗ് ഹവാര ചണ്ഡീഗഡിലെ അതീവ സുരക്ഷയുള്ള ബുറൈൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് കേട്ടാൽ ആരും ഞെട്ടും. 8 അടി ആഴവും 108 അടി നീളവുമുള്ള ഒരു തുരങ്കം കുഴിച്ചു. 2 സുരക്ഷാ മതിലുകൾ ചാടിക്കടന്ന് ജയിലിന്റെ പുറം ചുറ്റളവിൽ നിന്ന് 20 മീറ്റർ പിന്നെയും തുരന്നു. എന്നിട്ടും ജയിൽ അധികൃതർ അറിഞ്ഞില്ല. നട്ടൂർലാൽ എന്നൊരു വിദ്വാൻ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ചാൾസ് ശോഭരാജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇയാളുടെ പേരിൽ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. താജ്മഹൽ 3 വട്ടവും റെഡ് ഫോർട്ട് 2 വട്ടവും രാഷ്ട്രപതി ഭവൻ ഒരിക്കലും ഇന്ത്യയിൽ ടൂറിസ്റ്റുകളായി എത്തിയ സായിപ്പുമാർക്ക് വിറ്റ് കാശാക്കിയിട്ടുണ്ട് ഇയാൾ. 1996 ജൂൺ 24 പോലീസ് എസ്കോർട്ടോടെ കാൺപൂർ ജയിലിൽ നിന്ന് ദില്ലി എയിംസിലേക്ക് വീൽ ചെയറിൽ കൊണ്ടുപോകും വഴി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരെ വെട്ടിച്ച് കടന്നുകളഞ്ഞതാണ് ആശാൻ. പിന്നെ ആരും കണ്ടിട്ടില്ല. ചാടിപ്പോകുമ്പോൾ 84 വയസ്സുണ്ടായിരുന്നു. ഇയാൾ ജീവനോടെ ഉണ്ടോ എന്ന് തീർച്ചയില്ലാത്തതിനാൽ ബീഹാർ UP സംസ്ഥാനങ്ങൾ ഇതുവരെ ആ കേസുകൾ പിൻവലിച്ചിട്ടില്ല. ചമ്പൽ കൊള്ളക്കാരി ഫൂലൻ ദേവിയെ വെടിവെച്ചു കൊന്ന ഷേർ സിംഗ് റാണ തിഹാർ ജയിലിൽ നിന്ന് ചാടിപ്പോയത് അതിലേറെ നാടകീയമായിട്ടാണ്. ഹരിദ്വാർ കോടതിയിൽ ഹാജരാക്കാൻ എന്ന വ്യാജേന പോലീസ് വേഷം ധരിച്ചെത്തിയ അനുയായികൾക്കൊപ്പം ഇയാൾ ചാടിപ്പോയി. 2 വർഷത്തിനിടെ ഇയാൾ പോലീസിന്റെ മൂക്കിന് താഴെ കൂടെ തെക്ക് വടക്ക് നടന്നു. 2 കൊല്ലം കഴിഞ്ഞാണ് ഇയാൾ പിടിയിലാവുന്നത്. എന്താലേ, എന്തൊരു വിചിത്രമായ ന്യായീകരണമാണ് CPM-ഉമായും സർക്കാരുമായും അടുത്തു നിൽക്കുന്നവർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. 40 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കാവലുള്ളതും സുരക്ഷയുള്ളതുമായ ജയിലാണ് ഇത്. 10 ബ്ലോക്കുകളാണ് ജയിലിനുള്ളിൽ ഉള്ളത്. അതിനകത്തു തന്നെ അതീവ സുരക്ഷയുള്ള 10ാം നമ്പർ സെല്ലിലായിരുന്നു ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത്. അവിടെയാകെ 68 സെല്ലുകളുണ്ട്. ഓരോ സെല്ലിലും ഓരോ കുറ്റവാളികളെ മാത്രമാണ് പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്നാണ്
ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് എന്നത് ഞെട്ടിക്കുന്നതാണ്. പരാജയപ്പെട്ട ജയിൽ ചാട്ടത്തിന് ശേഷം പിടിയിലായ ഗോവിന്ദച്ചാമി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജയിൽ ചാട്ടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലായിരുന്നു തന്റെ ജയിൽ ചാട്ടമെന്നാണ് ഗോവിന്ദച്ചാമി പോലീസിന് മൊഴി നൽകിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ കമ്പികൾ മുറിച്ചുമാറ്റി തടവു ചാടിയ റിപ്പർ ജയാനന്ദനെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആ റിപ്പർ ജയാനന്ദനെയാണ് ഇവിടെ ഗോവിന്ദച്ചാമി മാതൃകയാക്കിയത്. റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടിയതുപോലെയായിരുന്നു ഗോവിന്ദച്ചാമിയുടെയും ജയിൽ ചാട്ടം. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് 8 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ്. ജയിൽ ചാട്ടം സുഗമമാക്കാൻ തടി കുറയ്ക്കാനും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. വ്യാഴാഴ്ച രാത്രി സെല്ലിനുള്ളിൽ 1 മണിവരെ ഗോവിന്ദച്ചാമി മൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നുവെന്നാണ് വാർഡർമാർ പറഞ്ഞിരിക്കുന്നത്. എന്നത്തെയും പോലെ ചുവരിനോട് ചേർന്നു തന്നെയായിരുന്നു ഇയാളുടെ കിടത്തം. ഇതിനിടെ 10ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല എന്ന പരാതി വരുന്നു. പിന്നാലെയാണ് വാർഡൻ സെല്ലിനടുത്തെത്തി ടോർച്ചടിച്ചു നോക്കിയത്. ഗോവിന്ദച്ചാമി അപ്പോഴും പതിവ് ശൈലിയിൽ പുതച്ചുമൂടി അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പോലീസുകാർക്ക് നൽകിയ മൊഴി. മുൻപ് പുറത്തു വന്നിരുന്ന ചിത്രങ്ങളിൽ കണ്ടിരുന്നതിനേക്കാൾ മെലിഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഗോവിന്ദച്ചാമിയുടെ ദൃശ്യങ്ങൾ. ഇയാൾ ഏതാണ്ട് പകുതിയോളം ഭാരം കുറച്ചിരുന്നു. ജയിൽ ചാടാൻ വേണ്ടി ഭക്ഷണം ക്രമീകരിച്ചതായാണ് വിവരം. മനഃപൂർവ്വം ഭക്ഷണം ചുരുക്കിയും ചില നേരത്തെ കഴിക്കാതിരുന്നും ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി. കമ്പികൾക്കിടയിലൂടെ നൂഴ്ന്നിറങ്ങാനുള്ള സാധ്യത കൂടി പരിഗണിച്ചായിരുന്നു ഈ മാറ്റം. ദീർഘനാളായി ചോറ് കഴിച്ചിരുന്നില്ല, പകരം ചപ്പാത്തി കഴിച്ചു. ഇതിന് ഡോക്ടറിൽ നിന്നുള്ള അനുവാദവും ലഭിച്ചിരുന്നുവെന്നാണ് വിവരം. രാത്രി സമയത്ത് ഉറങ്ങിയിരുന്നില്ലെന്നും പകരം കമ്പികൾ മുറിച്ചു മാറ്റുന്ന ജോലി ചെയ്യുകയായിരുന്നുവെന്നുമാണ് ഗോവിന്ദച്ചാമി പറഞ്ഞിരിക്കുന്നത്. പകൽ സമയത്തായിരുന്നു ഇയാളുടെ ഉറക്കം. കമ്പി മുറിക്കുന്നതിന്റെ ശബ്ദം ആരും കേൾക്കാതിരിക്കാനും ശ്രദ്ധിച്ചു. ജയിലിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാക്സോ ബ്ലേഡ് തന്ത്രത്തിൽ കൈക്കലാക്കുന്നത്. അതുപയോഗിച്ചാണ് താഴെ നിരയിലുള്ള കമ്പി അറുത്തത്. കഴിഞ്ഞ 1 മാസത്തോളമായി രാത്രി ഈ കമ്പികൾ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി. കഴിഞ്ഞ ദിവസം രാത്രിയോടെ അത് പൂർണ്ണമായി മുറിച്ചു മാറ്റിയെന്നും ജയിൽ അധികൃതർ പറയുന്നു. ഇരുമ്പ് കമ്പിയുടെ കട്ടി കുറയ്ക്കാൻ ഉപ്പ് വെച്ച് തുരുമ്പിപ്പിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. കമ്പി വളച്ച വിടവിലൂടെ പുറത്തു ചാടാൻ മെലിഞ്ഞ ശരീരം സഹായിച്ചു. ജയിലിലെ ക്വാറന്റീൻ ബ്ലോക്ക് വഴി കറങ്ങിയാണ് ജയിൽ മതിലിന് അടുത്തെത്തിയത്. തുടർന്ന് ഉണക്കാനിട്ട തുണിത്തരങ്ങൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കി മതിൽ ചാടിക്കടന്നു. ഒരു കൈകൊണ്ട് തുണിയിൽ പിടിച്ചും വായ കൊണ്ട് കടിച്ചു പിടിച്ചും മുകളിലേക്ക് കയറിയെന്നാണ് ഗോവിന്ദച്ചാമിയുടെ മൊഴി. ഈ വിധത്തിൽ അതിശ്രമകരമായാണ് 7.5 മീറ്റർ നീളമുള്ള മതിൽ ചാടിക്കടന്നത് എന്ന് പോലീസ് പറയുന്നു. കുളിക്കാനുള്ള വെള്ളം ശേഖരിക്കുന്ന ടാങ്കിന് മുകളിൽ കയറിയാണ് ജയിലിലെ മതിലിന് മുകളിൽ എത്തിയത്. മതിലിന് മുകളിലെ ഇലക്ട്രിക് വേലിയുടെ കമ്പിയിൽ പുതപ്പ് കെട്ടിയ ശേഷം താഴേക്ക് ചാടുകയായിരുന്നു. വൈദ്യുതി വേലി കേടായിരുന്നു. അതും ഗോവിന്ദച്ചാമിക്ക് ഗുണമായി. ഇതിനിടെ വസ്ത്രം മാറിയുടുക്കാനും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. ജയിൽ യൂണിഫോമായ വെള്ള വസ്ത്രം മാറ്റിയ ശേഷം റിമാൻഡ് തടവുകാർ ഉപയോഗിക്കുന്ന വസ്ത്രമെടുത്ത് അണിഞ്ഞു. റിമാൻഡ് തടവുകാർക്ക് ജയിൽ യൂണിഫോം ഇല്ല. ഇത് ധരിച്ചത് കാരണം പുറത്തിറങ്ങിയപ്പോഴും അധികം ആളുകൾക്ക് ഗോവിന്ദച്ചാമിയെ തിരിച്ചറിയാനായില്ല. ഗോവിന്ദച്ചാമിയുടെ സഹതടവുകാരനും ചാടാൻ തയ്യാറെടുത്തിരുന്നുവെന്നാണ് വിവരം. എന്നാൽ കമ്പിക്കുള്ളിലൂടെ പുറത്തു കടക്കാൻ സാധിക്കാതെ വന്നതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും വിവരമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഭക്ഷണം നിയന്ത്രിച്ച് മെലിഞ്ഞതിനാൽ ഗോവിന്ദച്ചാമിക്ക് എളുപ്പത്തിൽ പുറത്തു കടക്കാനായി എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം സെൻട്രൽ ജയിലിൽ നിന്ന് ആദ്യ 2 മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ 3ാമത്തെ കൂറ്റൻ മതിൽ കണ്ടപ്പോൾ ജയിലിലേക്ക് തിരികെ കയറാൻ ആലോചിച്ചിരുന്നതായും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ജയിൽ ചാടിയാൽ 6 മാസത്തെ തടവ് ശിക്ഷ മാത്രമേ ലഭിക്കൂ എന്ന് സഹതടവുകാരൻ മുൻപ് പറഞ്ഞത് ഓർത്തു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നു ഗോവിന്ദച്ചാമി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തമിഴ്നാട്ടിലേക്ക് കടന്ന് മോഷണം നടത്തി ജീവിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. പരോൾ പോലും നൽകാത്തതിന്റെ കടുത്ത അമർഷവും ഉണ്ടായിരുന്നു. ജയിൽ ചാടുന്നത് സഹതടവുകാരായ ഷിഹാബ്, വിശ്വനാഥൻ, സാബു, തേനി സുരേഷ് എന്നിവർക്ക് അറിയാമെന്നും ഇയാൾ മൊഴി നൽകിയതായാണ് വിവരം. ആദ്യം ഗുരുവായൂർ പോയി പിന്നീട് രാത്രിയിൽ തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പ്ലാൻ. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുമ്പോൾ പോലീസിനെ കളിയാക്കി വീഡിയോ ചെയ്യാൻ വരെ ആലോചിച്ചിരുന്നുവെന്നും ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞു. എന്തായാലും ഇനി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സംഭവിച്ച വീഴ്ചകളെല്ലാം പുറത്തു വന്നേ തീരൂ.